എല്ലാവരും എന്നെ മറന്നോ? ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടുപോയിട്ടോ. അത് അത്രയും ദിവസം കാണാഞ്ഞ്. അപ്പൊ നമ്മള് സ്മാർത്ത വിചാരത്തിനെ പറ്റിയിട്ടല്ലേ നിർത്തിയത്? എന്നാ ബാക്കി പറയാം, കേട്ടോളൂ. താത്രിക്കുട്ടി സമ്മതിച്ചല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ മൂപ്പത്തിയാര് അതിന് തിരിച്ചൊരു ചോദ്യം കൂടി ചോദിച്ചു. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ കിടന്ന ആണുങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഓരോരുത്തരുടെയും പേര് മൂപ്പത്തിയാര് നേരത്തെ പറയാൻ തുടങ്ങി, അവരുടെ ദേഹത്തുള്ള പാടുകൾ ഉൾപ്പെടെ. അപ്പോ ഈ പേര് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ താത്രിക്കുട്ടി അന്തർജനത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കരുക്കുകൾ നീക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ കൊച്ചി മഹാരാജാവ് നേരിട്ടിട്ടാണ് താത്രിക്കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ട നടപടികൾ എടുത്തത്. 66 പേരുടെ പേരോള് പറഞ്ഞു എന്നാണ് പറയണത്. ചില സ്ഥലത്ത് 64 എന്നും പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ആളുടെ പേര് പറയുന്നതിന് മുമ്പ് മൂപ്പത്തിയാര് ഒരു മുദ്രമോതിരം കാണിച്ചു കൊടുത്തു എന്നാ പറയണത്. ഇനി ഞാൻ ആളുടെ പേര് പറയണോന്ന് ചോദിച്ചപ്പോ മഹാരാജാവ് സ്മാർത്ത വിചാരണ നിർത്തിവെച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ വിചാരണം ചെയ്ത ആള് സ്വരൂപം ചൊല്ലുക ചെയ്യുക. താത്രിക്കുട്ടി അന്തർജനം പറഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാരെ 31 നമ്പൂതിരിമാര്, 10 പട്ടന്മാര്, 9 നായന്മാര്, 1 നമ്പ്യാര്, 2 മാരാന്മാര്, 2 പണിക്കന്മാര്, 4 വാര്യന്മാര്, 2 പൊതുവാൾമാര്, 4 നമ്പീശന്മാര്, 1 ഷാരടി ഉണ്ടായിരുന്നു അത്ര. പഴയ സിനിമാ പാട്ട് പോലെ തോന്നുന്നുണ്ടാവൂല്ലേ? അതിനുശേഷം അവരെല്ലാവരും കുറ്റക്കാരാന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോ ഭ്രഷ്ട് കൽപ്പിക്കേണ്ടായത്. 1905 ജൂലൈ 14 തീയതി ആയിരുന്നു ഭ്രഷ്ട് കൽപ്പിക്കൽ നടന്നത്. ഭ്രഷ്ട് കൽപ്പിക്കുക പറഞ്ഞ പടിയടച്ച് പിണ്ടം വെക്കുക. പിന്നെ അങ്ങോട്ട് കൊച്ചി മഹാരാജാവിന്റെ നേരിട്ടിട്ടുള്ള ശാസനപ്രകാരം അശുദ്ധമായിട്ടുള്ള ഒരു നദീതീരത്ത് ഒരു സ്ഥലവും ഒരു കുടിലും കെട്ടിയിട്ട് താത്രിക്കുട്ടി അന്തർജനം അവിടെ താമസിക്കാത്ര ചെയ്തത്. ചാലക്കുടി പുഴയിന് തീരത്തുള്ള സ്ഥലമാണ് ഇത്ര താത്രിക്കുട്ടിക്ക് കൊടുത്തത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ കിടന്ന പുരുഷന്മാരും തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ള പേരിലാണ് നിയമങ്ങൾ മുഴുവനും മാറി മറിഞ്ഞത്. അപ്പോ താത്രിക്കുട്ടി അന്തർജനം ജനിച്ചത് ആറുങ്ങോട്ടേരയിലായിരുന്നു, എന്റെ നാട്ടില്. എന്നാ ശരി, പൊട്ടിശി പണിയുണ്ട്.